വിളക്ക് കത്തിക്കാതിരിക്കുന്നതിനുള്ള കാരണമാണ് അവിടുത്തെ പ്രശ്നം. ഇപ്പൊ അബ്ദുൾ റബ്ബ് പറയണം എന്റെ കൈ കഴിക്കുന്നുണ്ട്, എനിക്ക് കത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയില്ല. അതേസമയം അബ്ദുൾ റബ്ബ് എന്താ പറഞ്ഞത്, ഇതെനിക്ക് ഇസ്ലാമികമായിട്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ കത്തിക്കില്ല എന്ന് പറയും. അത് പ്രശ്നം തന്നെയാണ് എന്റെ പൊന്നമ്മിനെ. അതിനിപ്പോ ഏഴാനാകാശത്തു നിന്നല്ല, ആഴക്കടലിൽ നിന്ന് വന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അവിടെ പിന്നെ നിങ്ങളിപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുൾ റബ്ബ് കാണിച്ച ആ താലിബാനിസത്തെ, ആ ഒരു തീവ്രവാദത്തെ നിങ്ങൾ വെളുപ്പിക്കാൻ നോക്കുകയാണ് ഈ ഒരു അവസരം കൂട്ടുപിടിച്ചുകൊണ്ട്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. കേരളത്തിൽ വീണ്ടും നിലവിളക്ക് രാഷ്ട്രീയം കത്തുകയാണ്. പൊതുവേദികളിൽ നിലവിളക്ക് കൊളുത്തുന്നത് ഒരു സാംസ്കാരിക ചടങ്ങാണോ അതോ മറ്റൊരു മതത്തിന്റെ ആചാരത്തിൽ പങ്കാളിയാകുന്നതാണോ? വർഷങ്ങളായി ഈ ചർച്ച കേരളം കേൾക്കുന്നതാണ്. എന്നാൽ ഇത്തവണ നിലവിളക്ക് കൊളുത്തിയതിന്റെ പേരിൽ ഒരു MLA ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന മതശാസനയുടെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരു റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തിയ ലീഗ് MLA ഫാത്തിമ തഹ്ലിയക്കെതിരെ ഇപ്പോൾ ചില ഇസ്ലാം മത പണ്ഡിതന്മാർ രംഗത്തിറങ്ങിയിരിക്കുന്നു. ശ്രീ അബ്ദുൾ ഹമീദ്, ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയപ്പോൾ എന്താണ് ഇങ്ങനെ മതബോധം ഉയരുവാനുള്ള കാരണം? ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇതിനെ എതിർക്കുന്നവർ എന്നുവെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള ഒരു സംഘടനയും, ഒരു ഇസ്ലാമിക സംഘടനയും ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു ഫത്വയും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് ഒരു ഏകീകൃതമായിട്ടുള്ള സ്വഭാവമാണ് ഉള്ളത്. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഒരു ചരട് കെട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരാൾ ആ രീതിയിൽ അനുഗ്രഹം പ്രതീക്ഷിച്ചാൽ അതിനെയും നമ്മൾ എതിർക്കും. എന്തുകൊണ്ടാണ്? റിബൺ കട്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഏകദൈവം ഒലിച്ചു പോവും? അല്ല, അതിൽ നിന്നൊരു ഐശ്വര്യം പ്രതീക്ഷിച്ചാൽ, അതിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിച്ചാൽ, അതുകൊണ്ടൊരു ആപത്ത് തടയാമെന്ന് കരുതിയാൽ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിൽ ഒരു എന്തെങ്കിലും ദിവ്യത്വമോ സ്തുതിയോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ അതിൽ നിന്ന് ഐശ്വര്യം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസപരമായി ആദർശപരമായിട്ട് എതിർക്കപ്പെടും. അപ്പൊ ആ അർത്ഥത്തിലാണ് മതസംഘടനകൾ ഇവിടെ ഇതിനോട് നിലപാട് സ്വീകരിച്ചത്. അതിൽ പ്രത്യേകിച്ച് തെറ്റില്ല. സാംസ്കാരികപരമായിട്ടുള്ള സംഗതി നമ്മൾ ചെയ്യുന്ന സമയത്ത് സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനത്തെ ഇവിടെ എടുക്കുന്നുണ്ടോ എന്നത് വരുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇസ്ലാമിലെ ആളുകൾ പറയും ഇസ്ലാമിക സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് പറയും. സൂംബയുടെ വിവാദം വന്നപ്പോൾ നമ്മളിവിടെ കണ്ടതാണ്, നമ്മളുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നാണ് ഇവർ പറയുക. ഈ ലോകത്ത് എന്താ ഇസ്ലാമിക സംസ്കാരം മാത്രമേ ഉള്ളൂ? വേറെ ആളുകൾക്കൊന്നും സംസ്കാരമില്ലേ? ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരം ഉള്ളതുപോലെ തന്നെ ഇവിടെ ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന സാധനം എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒന്നാമത്തെ കാര്യം ഇതാണ്. ഒരു ചെറിയ മിന്നലെ പോയി ഇവിടെ പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന സംഭവം ഇവിടെ മതത്തിന്റെ സംഗതി അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സൗകര്യം ഉണ്ടെന്നല്ല ഇയാൾ പറഞ്ഞു വെക്കുന്നത്, ഇവിടെയുള്ള സംസാരിച്ച ആളുകൾ. പക്ഷെ ഇവരെന്താ ചെയ്തു വെക്കുന്നത്? ഇവര് ഇത് കത്തിക്കരുതെന്നാണ് പറയുന്നത്. ഇവിടെ സമസ്തയാണെങ്കിലും ഹുസൈൻ സലഫി ആണെങ്കിലും ഒക്കെ എഴുന്നള്ളിച്ചത് എന്താണ്? ഇനി ഇവിടെ എഴുന്നള്ളിക്കാൻ പോകുന്നവരുണ്ട്. ഇവരെന്താ പറയുന്നത്? കത്തിക്കരുത്, ഇത് ഞങ്ങളുടെ സാധനത്തിന്. നിങ്ങൾക്ക് കത്തിക്കണമെങ്കിൽ കത്തിക്കണ്ട, പക്ഷെ തഹ്ലിയക്ക് കത്തിക്കരുത്, കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ ആരാണ്? ഒരു വിശ്വാസ സ്വാതന്ത്ര്യത്തിന് നിൽക്കുന്നു എന്ന് പറയുകയും തഹ്ലിയ ഏതെങ്കിലും തരത്തിലൊരു സംഗതി ചെയ്താൽ അത് ഉടനെ ആളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുപോവാണ്. തഹ്ലിയക്ക് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യമാണ് എടുക്കണം എന്ന് തോന്നിയതുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങളല്ലേ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒച്ചമേളം ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് തഹ്ലിയയുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ കൂടെ നിൽക്കാത്തത്? എന്താണ്? മൂന്നാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾ ഇതിനെ എതിർക്കുന്നു. ഇവിടെ ചോദിച്ചു, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, മമ്മൂട്ടി ഇവിടെ കത്തിച്ചു, അല്ലെങ്കിൽ യൂസുഫ് അലി ഇവിടെ കത്തിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും ഇതേപോലെ ഇറങ്ങി തുള്ളി ഇതേപോലെ ഇത് ചെയ്യരുതെന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഇത് ചെയ്യില്ല. അന്നേരം നിങ്ങൾ എന്താ പറയാ? മമ്മൂട്ടി അല്ല ഇസ്ലാം എന്ന് പറയും, യൂസുഫ് അലി അല്ല ഇസ്ലാം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ തഹ്ലിയ അല്ല ഇസ്ലാം എന്നങ്ങ് പറഞ്ഞ് തീരേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇത് നിങ്ങൾ പറയാതെ ഇത് തഹ്ലിയ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെയ്തു കൊള്ളണം എന്ന് തീട്ടൂരം ഇറക്കാൻ നിങ്ങൾ ആരാണ്? ഹേ, EK നായനാർ കത്തിച്ചിട്ടില്ല, അത് അയാളുടെ സൗകര്യം. തഹ്ലിയ കത്തിച്ചിട്ടുണ്ട്, അത് ആ തഹ്ലിയയുടെ സൗകര്യം. ആ സൗകര്യത്തിന് വിട്ടുകൊടുക്കാൻ ഇവരെന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇവര് വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലവിളിക്കുന്ന ടീമല്ലേ? അപ്പൊ ഇവരല്ലേ തഹ്ലിയയുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അത് കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും അതിന് വിട്ടുകൊടുക്കേണ്ട ആളുകൾ നിങ്ങളല്ലേ? ഇപ്പൊ എന്തേ നിങ്ങൾ അത് വിഴുങ്ങുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിലൊന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ?
ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? അഗ്നി എന്നുള്ളത് ഒരു കൾച്ചറാണ്, സാംസ്കാരികമാണെന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഈ കൾച്ചർ ഇവോൾവ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ പിന്നെ മുഴുവനായിട്ടും പിന്നെ വെളിച്ചം ആയിട്ട് ഉപയോഗിച്ചിരുന്നത് വിളക്ക് തന്നെയാണ്. ഈ വിളക്ക് വെളിച്ചമായിട്ട് ഉപയോഗിച്ചപ്പോൾ ഇവിടെ ചോദിച്ചു പൊന്നാനിയിൽ വിളക്കില്ലേ, അതേപോലെ തന്നെ ചേരമാൻ പള്ളിയിൽ വിളക്കില്ല എന്നൊക്കെ ചോദിച്ചു. ചേരമാൻ പള്ളിയിലും പൊന്നാനിയിലും മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മുസ്ലിം പള്ളികളിലും വിളക്ക് കത്തിച്ചിരുന്നു. എല്ലായിടത്തും വിളക്കുണ്ടായിരുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും ഇലക്ട്രിസിറ്റി വന്നപ്പോൾ നമ്മൾ വിളക്കുകളൊക്കെ ഒഴിവാക്കി. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഈ പഞ്ചഭൂതങ്ങൾ, ഇപ്പൊ ഭൂമി അല്ല, ഒരു മിനിറ്റ്, ഭൂമി, ജലം, അഗ്നി, വായു, പിന്നെ ആകാശം, ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങളിൽ പെട്ടതാണ് അഗ്നി. ഈ അഗ്നി ഒരു സൃഷ്ടിയാണ്. അഗ്നി ഒരു സൃഷ്ടിയാണ്. റിബൺ കട്ട് ചെയ്ത വല്ല കുഴപ്പമുണ്ടോ ഒന്ന് പറഞ്ഞാട്ടെ. സൃഷ്ടിയിൽ നിന്ന് എന്തെങ്കിലും ഐശ്വര്യം പ്രതീക്ഷിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ മതപരമായ വിശ്വാസത്തിനെതിരാണ്. നിലവിളക്കിനെ കുറിച്ച് നമ്മൾക്കടിയുള്ള സങ്കല്പങ്ങൾ നോക്കുക. ഇപ്പൊ നിലവിളക്കിനെ കുറിച്ച് സാധാരണ പറയേണ്ട അതിന്റെ മുകളിൽ ശിവനാണ്, മധ്യത്തിൽ വിഷ്ണു ആണ്, പാദങ്ങളിൽ ബ്രഹ്മാവാണ്. ഈ ത്രിമൂർത്തി സങ്കല്പം നിലവിളക്കിനെ കുറിച്ച്. നിലവിളക്കില് ഒരു തിരി കത്തിച്ചാൽ എന്താണ്, 2 തിരി കത്തിച്ചാൽ എന്താണ്, 3 തിരിയാണ്, 5 തിരിയാണ് സർവമായ ഐശ്വര്യം എന്ന് പറയുന്നത്. നിലവിളക്ക് കത്തിക്കുമ്പോഴുള്ള മറ്റേ ദീപം എന്നുള്ള മറ്റേത് ചെല്ലുമല്ലോ, ശ്ലോകം, നാമം ചൊല്ലുമല്ലോ, അതിലടക്കം ആരാധനകൾ വരുന്നുണ്ട്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അഗ്രസീവായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും പറയാം. അത് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലുള്ള വിവിധ ഹൈന്ദവ സമൂഹങ്ങൾ ആചരിക്കുന്ന കാര്യങ്ങൾ, കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാവരും ഒരുപോലെ അംഗീകരിക്കോ? ഞാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ഞാൻ ഒരു പ്ലേറ്റ് ബീഫുമായിട്ട് പോയിട്ട് അവിടെ കഴിച്ച എന്താ കുഴപ്പമുള്ളത്? പറ്റില്ലല്ലോ. അപ്പൊ അവിടെ അല്ല, എന്റെ ഇന്റൻഷൻ അവിടെ ഭക്ഷണം കഴിക്കണം എന്നുള്ളൂ. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഈ വിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് മതപരമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ നേരത്തെ അമീർ പറഞ്ഞു, ഈ 5 തിരി കത്തിക്കുന്നതിന് സങ്കല്പമുണ്ട്, 2 തിരി കത്തിക്കുന്നതിന് സങ്കല്പമൊന്നുണ്ട്. മാത്രമല്ല 5 തിരി ശിവന്റെ 5 മുഖങ്ങളാണ് എന്ന് സങ്കല്പിക്കപ്പെടുന്നു. അത് തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് കത്തിക്കാൻ പറ്റൂല, അത് കരിന്തിരി കത്തിച്ച കുഴപ്പമില്ല. 7 ഗസ്റ്റ് വന്ന 7 തിരിയിടും, 9 ഗസ്റ്റ് വന്ന 9 തിരിയിടും. അത്രേ ഉള്ളൂ. അതാണ് സാമൂഹികമായി നടക്കുന്നത്. അത് ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ആണോ? അല്ല, അത് വെളിച്ചം കൊണ്ടുവരാൻ എന്നുള്ളതാണ് അല്ലെ അമീർ? അങ്ങനെയല്ലേ, വെളിച്ചം കൊണ്ടുവരാൻ എന്നുള്ളതാണ് അല്ലെ? തമ്മിൽ ഈ നടത്തുന്ന സാധനമാണ് ഈ തക്ഫീർ എന്ന് പറയുന്ന സംഗതി. അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കുന്ന ടീമിനെയാണ് ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത്. നിങ്ങൾ അവരോടാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ അമീർ ആണെങ്കിൽ ഇവിടെ പറയുന്നത് കേട്ടു, അതായത് വിവാദം ഉണ്ടായി കഴിയുമ്പോൾ ആരാണ് ഈ വിവാദം ഉണ്ടാക്കുന്നത്? നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ പറയുന്ന സാധനം വിവാദം ഉണ്ടാക്കിയത് ഇവിടുത്തെ ഏതെങ്കിലും ഹൈന്ദവ സംഘടനയാണോ, ഏതെങ്കിലും ക്രൈസ്തവ സംഘടനയാണോ, മാധ്യമങ്ങളാണോ ഇവിടുത്തെ വിവാദം ഉണ്ടാക്കിയത്? അല്ല. ഇവിടെ ഹുസൈൻ സലഫി വന്ന് പറയുന്നു, സമസ്തയുടെ നേതാവ് വന്ന് പറയുന്നു, ഇപ്പൊ നിങ്ങളും വന്നിരുന്ന് കൂത്തിരുന്ന് പറയുന്നു ഇതേ സാധനം തന്നെ. നിങ്ങളല്ലേ വിവാദം ഉണ്ടാക്കുന്നത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. വിവാദം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിന് നമ്മൾ മറുപടി പറയുമ്പോൾ അബ്ദുറബ് കത്തിക്കാതിരുന്ന എന്തിനാണ്? അത് സാധാരണ സ്വാഭാവികമായിട്ടും ആളുകൾ അവിടെ നിന്ന് ഞാൻ മതപരമായിട്ട് അത് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന മുസ്ലിങ്ങൾ സ്വയം നടത്തിവെക്കുന്ന ഈ അപരവൽക്കരണം അത് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കും. ഇനി നിങ്ങൾ അങ്ങനെ സ്വയം അപരവൽക്കരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അപരവൽക്കരിക്കുന്ന സംഘികൾ ഞങ്ങളെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള നിലവിളി ആദ്യം നിർത്താൻ പഠിക്കണം. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് ഈ എന്താ പറയാ തവിട് തിന്നേ മോടക്കുള്ളൂ, ഇത് രണ്ടും കൂടി നടക്കില്ല. ഒന്നുകിൽ നിങ്ങൾ ഈ അപരവൽക്കരണം സ്വയം നടത്തുന്നത് നിർത്തുക. പൊതുസമൂഹം ചെയ്തു പോരുന്ന സാംസ്കാരികമായ സംഗതികളെ, അതിപ്പോ മുസ്ലിങ്ങളുടെ സാംസ്കാരികമായ സംഗതികളെ മറ്റുള്ളവർ എങ്ങനെയാണോ ഏറ്റെടുക്കുന്നത് അത് കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അവരെ സ്വീകരിക്കുന്നത്? ഇപ്പൊ ഒരു മുസ്ലിം നോമ്പെടുക്കുന്ന പോലെ ഒരു അമുസ്ലിം വന്ന് നോമ്പെടുത്താൽ നിങ്ങൾ ആഘോഷമല്ലേ? നിങ്ങൾ ഇവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടും. ആരെങ്കിലും ഒരാൾ നബിദിനത്തിന് ഒരു നോട്ടുമാല ഇട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം തന്നാൽ നിങ്ങളുടെ നാട് മുഴുവൻ കൊട്ടിഘോഷിക്കുമല്ലോ. തിരിച്ചങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാറ്? നിങ്ങൾ അവിടെ ഹദീസാണ് നിങ്ങൾ അവിടെ ഇറക്കാറുള്ളത്. നിങ്ങൾ ഏതാണ് ഹദീസ് ഇറക്കാറുള്ളത്? അവിടെ നിങ്ങൾ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയല്ലേ ആളുകളെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ആരെങ്കിലും മറ്റൊരു സമുദായത്തിന്റെ കാര്യങ്ങളെ ചെയ്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് ഓണത്തിനെ നിങ്ങൾ വിലക്കുന്നു.
നിങ്ങൾ ക്രിസ്മസിനെ നിങ്ങൾ വിലക്കുന്നു, ഇപ്പൊ അതേ നിലവിളക്കിനെ വിലക്കുന്നു. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. ചേരമാൻ പള്ളിയില് അവിടെ നടക്കുന്ന സംഗതികൾ, അല്ലെങ്കിൽ ഇതേപോലെ മക്ബറകളിൽ നടക്കുന്ന സംഗതികളെ അതിനെ ഷിർക്കെന്നും അത് ശരിയല്ല എന്നും ബിദ്അത്താണെന്നും പറഞ്ഞ് നടക്കുന്ന ടീമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവർ അതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷെ അവർ സിബ് അടയ്ക്കുമ്പോൾ ജിന്നു കൊടുങ്ങുന്നു പറയുന്ന ടീമും കൂടിയാണ് കേട്ടോ ഈ അമീറൊക്കെ. അതും കൂടി നമ്മൾ സമ്മതിക്കണം. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. കേരളത്തിൽ കുറെ കാലം മുമ്പ് 1998 ഓഗസ്റ്റ് മാസം 20 മാധ്യമം ദിനപത്രത്തിനകത്തൊരു വാർത്ത വന്നിരുന്നത്. എന്തായിരുന്നു അറിയാമോ വാർത്ത? ഒരു മുസ്ലിം കിഡ്നി ആവശ്യമുണ്ട് എന്നുള്ളതായിരുന്നു ആ പരസ്യം. എന്ന് പറഞ്ഞാല് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തില് ഒരു ജീവൻ നിലനിർത്താൻ പോലും ഒരു മതത്തിന്റെ ആൾക്കാരുടെ കിഡ്നി വേണമെന്ന് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഒരു പത്രവാർത്ത 98 ഓഗസ്റ്റ് മാസം 20 പ്രസിദ്ധീകരിച്ചിരുന്നു. കൃത്യമായ തെളിവുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. അത് അതെ സനാതന ധർമ്മത്തിന്റെ അപ്രമാദിത്യം അല്ലെങ്കിൽ ഹിന്ദുത്വവൽക്കരണത്തിന്റെ സാധനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെ ഇത് പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ട് ആളുകൾക്ക്. അതിവിടെ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നിങ്ങളാണ് അവിടെ കിടന്ന് നിലവിളിക്കുന്നത്. അതിന് നിൽക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫാഷിസം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന സാധനം എന്താണോ അതിന്റെ മറ്റൊരു വശമാണ് തീവ്രമായ ഇസ്ലാമിക വൽക്കരണം, താലിബാനിസം തന്നെയാണത്. ഒരു സംശയമില്ല. രാഹുലിനുള്ള മറുപടിയാണ് ഞാൻ തരാൻ പോകുന്നത്. രാഹുൽ ഇവിടെ വെറുതെ കഷ്ടപ്പെടുകയാണ്. കാരണം ഞാൻ തുടക്കത്തിലെ പറഞ്ഞു ഇസ്ലാം എന്താണെന്ന് പച്ചയ്ക്ക് മനസ്സിലാക്കി അതിൽ നിന്ന് ജീവിച്ചു വന്ന വ്യക്തി ആണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്ലാം എന്തും ഇസ്ലാം എന്താണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പമൊന്നും കൃത്യമായിട്ട് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കാതെ ജിഹാദ് എന്നൊക്കെ പറയുന്നത് നന്മയാണെന്നും പറഞ്ഞ് ബാധിച്ചാണെന്ന് രാഹുലിന് ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ വലിയ സംഭവമായിട്ടൊക്കെ പറയും രാഹുൽ ഈശ്വർ. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആ അകക്കാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. അതൊരു മുസ്ലിമിനെ ജീവിക്കാൻ അനുവദിക്കില്ല. അത് ഇതേപോലെ ചുറ്റും ഇങ്ങനെ ഹെലികോപ്റ്റർ പാരന്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹെലികോപ്റ്റർ ദാവാ പ്രവർത്തനം ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. അവൻ ഏതു നേരവും ഇങ്ങനെ താലിബാനിസത്തിലേക്ക് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കും. അവൻ താടി മീശ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മീശ പഠിച്ചു കളയാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ഇവിടെ നടക്കുക. അതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതീകമാണ് ഇവിടെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇവിടെ ഈ തരത്തിലുള്ള താലിബാനിസം, ഈ തീവ്രവാദം, ഈ ജിഹാദിസം അത് മതേതര വിരുദ്ധമായിട്ടും അതല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടും ഇവിടെ ഇറക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും ഇതേപോലെ ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന നമ്മളുടെ പിന്നാലെ കൂടാതെ അവരെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് രാഹുൽ ഈശ്വർ കൂടെ കൂടുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആ വിളക്ക് കത്തിക്കാതിരിക്കുന്നതിനുള്ള കാരണമാണ് അവിടുത്തെ പ്രശ്നം. ഇപ്പൊ അബ്ദുറബ് പറയണം എന്റെ കൈ കഴക്കുന്നുണ്ട്, എനിക്ക് കത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയില്ല. അതേസമയം അബ്ദുറബ് എന്താ പറഞ്ഞത്? ഇതെനിക്ക് ഇസ്ലാമികമായിട്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ കത്തിക്കില്ല എന്ന് പറയുമ്പോൾ അത് പ്രശ്നം തന്നെയാണ്. എന്റെ പൊന്നമ്മ, അതിനിപ്പോ ഏഴാനാകാശത്തു നിന്നല്ല ആഴക്കടലിൽ നിന്ന് വന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അവിടെ പിന്നെ നിങ്ങളിപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുറബ് കാണിച്ച ആ താലിബാനിസത്തെ, ആ ഒരു തീവ്രവാദത്തെ നിങ്ങൾ വെളുപ്പിക്കാൻ നോക്കുകയാണ് ഈ ഒരു അവസരം കൂട്ടുപിടിച്ചുകൊണ്ട്. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. അപ്പൊ ഇനിയെങ്കിലും നിർത്തുക. നിങ്ങൾ ഇതേപോലെ എവിടെയെങ്കിലും അപരവൽക്കരണം നേരിടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നിങ്ങൾ ഈ ഇറക്കുന്ന ആ അമിതമായ മതവൽക്കരണത്തിന്റെ ഈ താലിബാനിസത്തിന്റെ തന്നെ കാരണമാണെന്ന് ഇനിയെങ്കിലും ഓർക്കുക. അത് ഏഴാനാകാശത്ത് നിന്ന് വന്നാലും ശരിയാണ്, ആഴക്കടലിൽ നിന്ന് വന്നാലും ശരിയാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി തൽക്കാലം ഇത്രയും മതി. വരട്ടെ.